ഹലോ എവരിവൺ, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാനും ഏട്ടനും ഈച്ചൂട്ടനും കൂടി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വെക്കേഷൻ ട്രിപ്പാണിത്. അപ്പോൾ ഏട്ടൻ സൗദിയിൽ നിന്ന് വന്നിട്ട് ഒരു 3 ദിവസമായി നമ്മൾ ഗുരുവായൂരൊക്കെ പോയിട്ട് വന്നു. ഗുരുവായൂർ പോയിട്ട് വന്നിട്ട് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണിത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്ക്. അങ്ങനെ നമ്മൾ ഡൽഹിയിലേക്ക് യാത്ര പോവുകയാണ്. അങ്ങനെ നമ്മൾ 3:30 വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ മംഗലാപുരത്തു നിന്നാണ് നമ്മൾ ആദ്യത്തെ ഫ്ലൈറ്റ്. വീട്ടിൽ നിന്നും നമ്മളൊരു 3:30 ഇറങ്ങി ഒരു 2.5-3 മണിക്കൂർ ട്രാവലായിരുന്നു. അപ്പോൾ ഈച്ചൂട്ടൻ അവിടെ നിന്നും എയർപോർട്ട് വരെ ഉറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ കൃത്യം 6 മണി ആ ടൈമിനുള്ളിൽ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി. മൂന്ന് ദിവസത്തെ ട്രിപ്പാണ്. അങ്ങനെ നമ്മൾ കാറ് മംഗലാപുരം എയർപോർട്ടിൽ വെച്ചു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഡൽഹിയിലേക്ക് ഞാൻ 2ാമത്തെ തവണയാണ് പോയത്. ഇതിനു മുന്നേ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹി ഒന്നും മൊത്തം കറങ്ങിയിട്ടൊന്നുമില്ല. സൗദിയിലേക്ക് പോകുന്നതിൻ്റെ വിസയൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലൈറ്റിൽ പോയി കാറിൽ കയറി അങ്ങനെ ജസ്റ്റ് പോയി വന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഡൽഹി ഒന്നും കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ചു ഡൽഹിയിൽ പോയിട്ട് വരാം, താജ്മഹൽ, കുത്തബ് മിനാർ, ആഗ്ര ഫോർട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കവർ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ട് നമ്മൾ 2 പേരും കൂടിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു. ഉള്ളിലേക്ക് കയറാനുള്ള ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ നമ്മളാദ്യം ബസ്സിനാണ് പോകുന്നത്. ബസ്സിൽ പോയിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതാണ്. അപ്പോൾ എന്താ, ഈച്ചൂട്ടനും ഹാപ്പിയാണ്, നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഡൽഹി കാണാം. മെയിനായിട്ട് എനിക്ക് താജ്മഹൽ കാണാനായിരുന്നു ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതാ ഇൻഡിഗോ ഫ്ലൈറ്റാണ്. നമ്മൾ ഒരുപാട് ഫസ്റ്റ് ഫ്ലൈറ്റ് ഒന്നുമല്ല, ഒരുപാട് തവണ കയറി ഫ്ലൈറ്റിലൊക്കെ കയറി. അപ്പോൾ എന്താ, നമുക്ക് പോവാം അല്ലേ ഡൽഹിയിലേക്ക്. എല്ലാവർക്കും ഒരുമിച്ച് പോവാം. അപ്പോൾ വാ, നമുക്ക് പോയിട്ട് വരാമല്ലോ. We have Pinky and her team in the cabin today. Please do contact them for any assistance. Leave the rest to us. Sit back, relax, enjoy your food. മാംഗ്ലൂർ ടു ബാംഗ്ലൂർ ആയിരുന്നു നമ്മൾ ആദ്യത്തത്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടോ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് 12-12:30 ടൈമിലാണ് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി. കണ്ടോടാ, അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഒരു 10:30 ടൈമായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഏകദേശം ഒരു 12:15 സമയത്ത് പോയിട്ടോ. അപ്പോൾ പോകുന്ന സമയത്ത് ഏട്ടൻ്റെ ഡൽഹി മെയ്ഡ്സിന് കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചോക്ലേറ്റിൻ്റെ ഒരു ഷോപ്പിൽ, എയർപോർട്ടിൻ്റെ അകത്തുള്ള ഒരു ഷോപ്പിൽ തന്നെ കയറിയിട്ട് ഏട്ടൻ്റെ ഡ്രൈവർക്കും അങ്ങനെയുള്ള കുറച്ച് ആൾക്ക് നമ്മൾ ഇത് വാങ്ങി. അങ്ങനെ നമ്മൾ
ബൈ. ഇച്ചൂട്ടൻ ഭയങ്കര സ്മാർട്ടായതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ നിന്ന് അവൻ്റെ കളിയൊക്കെ കണ്ടിട്ട് അവിടുത്തെ എയർ ഹോസ്റ്റസ് അവനൊരു കുഞ്ഞു ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത്. പിന്നീട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ വണ്ടി പിക്ക് ചെയ്യാൻ വന്നു. അങ്ങനെ നമ്മൾ ഡൽഹിയിലെത്തി. നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു. ഇവരാണ് നമ്മളെല്ലാം സ്ഥലത്തേക്കും കൊണ്ടുപോലെ. ഇപ്പോൾ ഏകദേശം 4:30 ഇതുവരെ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഇന്ത്യ ഗേറ്റാണ് കണ്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് വരെയുള്ള ഒരു വീഡിയോ പാർട്ട് 1 ആയിട്ടിടും. ഇന്ത്യ ഗേറ്റിൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെയാണ്. ട്രാവൽ ടു അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ 2-3 ഹോട്ടലിലേക്ക് കയറി. അപ്പോൾ കയറിയിട്ട് ഷറവണയിൽ കയറിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. ഞാൻ ഈ വീഡിയോൻ്റെ തൊട്ട് മുന്നിലായിട്ട് പറഞ്ഞു പാർട്ട് 1 ഇത്ര വരെ ഒരു വീഡിയോ, പാർട്ട് 2 ഇന്ത്യ ഗേറ്റിൻ്റെ വീഡിയോ വേറെ ഒന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇതിൽ തന്നെ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിലെത്തി. ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകമായ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ ഹൃദയഭാഗത്തായ ഇന്ത്യൻ ഗേറ്റിന്റെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികന്മാരുടെ ഓർമ്മ നിലനിർത്തുന്നതിനു വേണ്ടി 1931 നിർമ്മിക്കപ്പെട്ട ഒരു സ്മാരകമാണ് ഇത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിക്കു ശേഷം ഇന്ത്യൻ സേനയുടെ ഒരു യുദ്ധ സ്മാരകം ഇതിനുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അമർ ജവാൻ ജ്യോതി എന്നാണ് ഈ സ്മാരകം അറിയപ്പെടുന്നത്. ഡൽഹിയിലെ പ്രധാന പാതയായ രാജ്പഥിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഗേറ്റിന്റെ ആദ്യ നാമം അഖിലേന്ത്യാ യുദ്ധ സ്മാരകം എന്നായിരുന്നു. ഇതിന്റെ ശില്പി എഡ്വിൻ ലൂട്ടൻസ് ആണ്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കമായി 1921 ഫെബ്രുവരി 10 തറക്കല്ലിടൽ നടന്നു. 1931 പണി പൂർത്തിയായി. യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ പേരുകൾ ഇതിന്റെ ചുവരിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിന്റെ മൊത്തം ഉയരം 42 മീറ്ററാണ്. ഇതിന്റെ ചുറ്റുവട്ടത്തും നിന്ന് ഡൽഹിയിലെ പല പ്രധാന റോഡുകളും തുടങ്ങുന്നുണ്ട്. ഭംഗിയായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ചുറ്റുവട്ടത്തുള്ള ഉദ്യാനങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആളുകൾ എത്തിച്ചേരുക പതിവാണ്. വൈകുന്നേരങ്ങളിൽ വൈദ്യുത വെളിച്ചം കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കാറുണ്ട്. ഇന്ത്യ ഗേറ്റിന്റെ ഏറ്റവും മുകളിൽ വലിയ അക്ഷരങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: To the dead of the Indian armies who fell honored in France and Flanders, Mesopotamia and Persia, East Africa, Gallipoli, and elsewhere in the near and the far east, and in scared memory also of those whose names are recorded and who fell in India or the northwest frontier and during the Third Afghan War. ഇന്ത്യൻ ഗേറ്റിന്റെ ആർച്ചിന്റെ താഴെയായി കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപമാണ് അമർ ജവാൻ ജ്യോതി. കറുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇത് യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായി തെളിച്ചിരിക്കുന്നതാണ്. ഒരു സൈനിക യുദ്ധത്തോക്കും സൈനികന്റെ തൊപ്പിയും ഇതിനോടൊപ്പം പണിതിരിക്കുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഓർമ്മയ്ക്കായി 1972 ജനുവരി 26 ഇത് സ്ഥാപിക്കപ്പെട്ടത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് സ്ഥാപന കർമ്മം നിർവഹിച്ചത്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു ബ്രീഫ് കുഞ്ഞ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ മൊത്തം കണ്ടു കേട്ടോ. എനിക്ക് തന്നെ അത്ഭുതമായി തോന്നി. ഈ ഒരു വിളക്ക് കെടാവിളക്കായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മുടെ യുദ്ധം ചെയ്തവരുടെ ഓർമ്മയ്ക്കായി കെട്ടിയ പണിത ഒരു യുദ്ധസ്മാരകം കേട്ടോ ഈ ഇന്ത്യൻ ഗേറ്റിൻ്റെ ഇവിടെയുള്ള ഒരു അമർ ജവാൻ ജ്യോതി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ അവിടെ സൈനികത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ അത്ഭുതമായിട്ട് തോന്നി. പിന്നെ അതിൻ്റെ മൊത്തം നമ്മൾ ചുറ്റിക്കറങ്ങിയൊക്കെ നോക്കിയപ്പോഴേക്കും ഇങ്ങനെയുള്ള ഓരോരോ നമ്മുടെ ഇന്ത്യയുടെ ഓരോരോ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ ഈ അമർ ജവാൻ ജ്യോതിയൊക്കെ അടിപൊളിയായിരുന്നു. ഇന്ത്യൻ ഗേറ്റൊക്കെ നല്ല നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളറൊക്കെ ആയിട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം കണ്ട് അവിടെ നിന്ന് മടങ്ങുന്ന സമയത്ത് തന്നെ ഒരു 9:10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാൻ ഏട്ടൻ്റെ ഒരു ഡൽഹി മെയ്റ്റ്സായ ആതിരേച്ചിയുടെയും പ്രയാഗട്ടൻ്റെയും വീട്ടിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാനൊരു വണ്ടിയൊക്കെ ഉണ്ടതിന് അവരാണ് നമ്മളെ മൊത്തം ഒന്ന് കറക്കി കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്ത്യൻ ഗേറ്റിൻ്റെ ഒരു വിശേഷം. അപ്പോൾ ഏകദേശം നമ്മൾ ഡൽഹി എത്തി ഇതൊക്കെ കണ്ടു. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എന്ന് പറയുന്നതിന് നമ്മൾ താജ്മഹൽ, ആഗ്ര ഫോർട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവും. പിന്നെ ലോട്ടസ് ടെമ്പിള് 3 ദിവസത്തെ ഒരു ട്രിപ്പാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതുപോലെയുള്ളൊരു കാണാനുള്ള ഭാഗ്യമൊക്കെ കിട്ടി. ഈ ഒരു ഇന്ത്യൻ ഗേറ്റൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ കാണുന്നത്. അപ്പോൾ കണ്ടതിൽ ഞാൻ ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങളും കണ്ടുവെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ പ്ലീസ് ഡു ലൈക്ക് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ബായ്. അടുത്ത വീഡിയോയിൽ കാണാം.